Hi everybody, welcome to our next class in Plus 2 English. Today we are going to discuss a short story Matchbox by Asha Purna Devi. Asha Purna Devi is a Bengali novelist who is a Jnanpith award winning novelist famous for her depiction of the status of Indian women in her novels and poems. You know that Indian women are struggling in a patriarchal society, and we have been discussing this in this unit, which is about women empowerment. And this short story is in continuation with that theme of women empowerment, and it wonderfully depicts and tackles the issue of the status of Indian women, especially within the Indian family system. So let us move on to the short story. Matchbox by Asha Purna Devi. I always compare women to matchboxes. Why? The author begins the story with a question. And also, she begins the short story in the first person. ഈ കഥാകൃത്ത് തന്നെ സ്വയം ഐ എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ എന്ന് സ്വയം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കഥ തുടങ്ങുന്നത്. ഐ ഓൾവേസ് കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. ഞാൻ എപ്പോഴും സ്ത്രീകളെ തീപ്പെട്ടികളോട് ഉപമിക്കാറുണ്ട്. വൈ? എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. കാരണം മാച്ച് ബോക്സുകളുടെ പ്രത്യേകതയാണ്, തീപ്പെട്ടികളുടെ പ്രത്യേകതയാണ്. ഈവൻ ദോ ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ ടു സെറ്റ് 100 ലങ്കാസ് എ ഫ്ലെയിം. ഒരു 100 ലങ്കകൾക്ക് തീയെടുത്താനുള്ള സ്ഫോടക വസ്തുവുമായി നടക്കുന്നവരാണ് ഓരോ സ്ത്രീകളും. ഒരു തീപ്പെട്ടിയെപ്പോലെ, ഒരു തീപ്പെട്ടിക്കുള്ളി മതി ഒരു കാടിന് തീ കൊളുത്താൻ. അതുപോലെയാണ് സ്ത്രീകളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ ടു സെറ്റ് എ ഫ്ലെയിം. തീയിടാൻ 100 ലങ്കാസ്, ഒരു 100 ലങ്കകൾ. ലങ്കയ്ക്ക് തീയിട്ടത് ഹനുമാനാണ്, അറിയാമല്ലോ. They sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there and everywhere. Women too are exactly like that. ഈ സ്ത്രീകൾ വീട്ടിൽ അവിടെ ഇവിടെയും തീപ്പെട്ടിയെപ്പോലെ ചിതറിക്കിടക്കുന്നു, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ആരാലും ഭയക്കപ്പെടാതെ. യു വാണ്ട് എൻ എക്സാമ്പിൾ? നിങ്ങൾക്ക് ഒരു ഉദാഹരണം വേണോ? ദെൻ ലുക്ക് കെയർഫുള്ളി അറ്റ് ദാറ്റ് എനോമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് us. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉദാഹരണം കാണണമെങ്കിൽ, ഇതുപോലെ തീപ്പെട്ടികളെപ്പോലെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണണമെങ്കിൽ, ലുക്ക് അറ്റ് ദാറ്റ് 3-story ഹൗസ്. ആ 3 നില വീട്ടിലേക്ക് ഒന്ന് നോക്കൂ. ഇപ്പോൾ ഒരു കഥാപ്രസംഗത്തിൻ്റെ ശൈലിയിൽ വീട്ടിലേക്ക്, ആ കഥ നടക്കുന്ന വീട്ടിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് കഥാകാരി. സൺഡേ മോർണിംഗ്, ഞായറാഴ്ച രാവിലെയാണ്. ദ വാഷ്മാൻ ഹാസ് കം ആൻഡ് ഇസ് വെയിറ്റിംഗ്. തുണി അലക്കുന്ന ധോബി തുണിയെടുക്കാനായി വീട്ടിൽ വന്ന് കാത്തു നിൽപ്പുണ്ട്. Moments before handing over a heap of Ajit's dirty clothes to the washerman, വാഷർമാൻ്റെ കയ്യിലേക്ക് അജിത്തിൻ്റെ അഴുക്കായ വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് നുമിത ഗോസ് ത്രൂ ദ പോക്കറ്റ്സ് വൺ ലാസ്റ്റ് ടൈം. അജിത്തിൻ്റെ പോക്കറ്റുകളിലൂടെ നുമിത ഒന്ന് കൈയൊടിച്ച് നോക്കുന്നു. ആൻഡ് ഡിസ്കവേഴ്സ് ദ ലെറ്റർ. അജിത്ത് നുമിതയുടെ ഭർത്താവാണ്. അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്നും, അജിത്തിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഷീ ഫൈൻഡ്സ് എ ലെറ്റർ. എ ട്വിസ്റ്റഡ് ക്രംപിൾഡ് എൻവലപ്പ് വിത്ത് ഇറ്റ്സ് മൗത്ത് ടോൺ. ഒരു ട്വിസ്റ്റഡ് ക്രംപിൾഡ് എൻവലപ്പ്, ഒരു ചുരുട്ടിക്കൂട്ടിയ ഒരു കത്ത്. അതിൻ്റെ മൗത്ത് സ്റ്റോൺ, ആരോ അത് പൊട്ടിച്ചു വായിച്ചിട്ടുണ്ട്. ആൻഡ് ഓൺ ദ എൻവലപ്പ് നുമിതാസ് നെയിം. എൻവലപ്പിലാണെങ്കിൽ നുമിതയുടെ പേരും. നുമിതയുടെ പേരിൽ വന്ന കത്താണ്. അത് ചുരുട്ടിക്കൂട്ടിയ നിലയിൽ തൻ്റെ ഭർത്താവിൻ്റെ വസ്ത്രത്തിൽ നിന്നും അവൾ കണ്ടെടുക്കുന്നു. എ ഫ്ലെയിം ഗോസ് ഡോപ്പ് ഇൻ നുമിതാസ് നെർവ്സ് ആൻഡ് വെയിൻസ്. നുമിതയുടെ ഉള്ളിൽ രോഷത്തിൻ്റെ കനലുകൾ ആളിക്കത്തുകയാണ്. ഷീ ഡ്രോപ്സ് ദ ക്ലോത്ത്സ് ഇൻ ഹർ ഹാൻഡ്. അവളുടെ കയ്യിലെ തുണികൾ അറിയാതെ അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണ്. ഷീ സിറ്റ്സ് ഓൺ ദ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. കട്ടിലിരുന്ന് അവൾ ആ കത്ത് വായിക്കാൻ തുടങ്ങി. ആദ്യം ഷീ ലുക്സ് അറ്റ് ദ ഡേറ്റ്, ആൻഡ് ഗോയിങ് ബൈ ദ ഡേറ്റ് ദ ലെറ്റർ മസ്റ്റ് ഹാവ് കം അബൌട്ട് 3 days earlier. അവൾ ആദ്യം ആ കത്തിൻ്റെ പിറകിലെ സ്റ്റാമ്പിലെ ഡേറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. കത്തിലെ 2 വശത്തും ഈ പോസ്റ്റ് മാർക്ക് ഉണ്ടാവുമല്ലോ, അതിൽ ഡേറ്റ് നോക്കിയിട്ട് അവൾക്കൊരു കാര്യം മനസ്സിലായി, ഇത് 3 ദിവസം മുമ്പ് വന്നതാണ്. ഷീ ടേൺസ് ഓവർ ദ എൻവലപ്പ് ആൻഡ് മാച്ച് ദ പോസ്റ്റ് മാർക്ക് ടു ദ ഡേറ്റ്. എന്നിട്ട് അപ്പുറത്തെ വശത്തുമൊക്കെ നോക്കുകയാണ്. ഈ 2 ഡേറ്റുകളും താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്നാണ് കത്തയച്ചത്, എന്നാണ് വീട്ടിനടുത്ത പോസ്റ്റ് ഓഫീസിൽ ഇത് കൊണ്ടുവന്നത്. യെസ്, ദാറ്റ് ടു ബെയർസ് ദ സെയിം വിറ്റ്നസ്. കത്തിൻ്റെ 2 വശങ്ങളിലെയും ഡേറ്റുകൾ നോക്കിയപ്പോൾ അത് രണ്ടും ഒരേ കഥ തന്നെയാണ് പറയുന്നത്. യെസ്, ദ ലെറ്റർ കെയിം 3 days ago. 3 ദിവസം മുമ്പ് തന്നെയാണ് ഈ കത്ത് വന്നത്. അജിത് ഹാസ് ഓപ്പൺഡ് ഇറ്റ് ആൻഡ് റെഡ് ഇറ്റ്, ക്രംപിൾഡ് ഇറ്റ്, ട്വിസ്റ്റഡ് ഇറ്റ് ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ഹിസ് പോക്കറ്റ് ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ദെയർ.
അജിത്ത് ഇത് തുറന്ന് വായിച്ച് ചുരുട്ടിക്കൂട്ടി തൻ്റെ പോക്കറ്റിലിട്ടതാണ്. ഹാസൻ ഫെൽറ്റ് ദ നീഡ് ടു മെൻഷൻ ഇറ്റ് ഈവൻ വൺസ് ടു നമിത. ഒരു തവണ പോലും നമിതയോട് ഇതിനെക്കുറിച്ച് പറയാൻ അവന് തോന്നിയിട്ടില്ല. The flame that had gone dark now burned steadily, hissing, sounding its note on each of her mind's strings. അവളുടെ ഉള്ളിൽ പതുക്കെ ആളിക്കത്തി തുടങ്ങിയ ആ കനൽ ഇപ്പോൾ ഒരു തീയായി എരിയുകയാണ് അവളുടെ ഉള്ളിൽ. എന്തിനാണ് തനിക്ക് തരാതെ ആ കത്ത് തൻ്റെ ഭർത്താവ് പൊട്ടിച്ചു വായിച്ചത്? ഇറ്റ് ഈസ് സൗണ്ടിങ് ഇറ്റ്സ് നോട്ട് ഓൺ ഈച്ച് ഓഫ് ഹർ മൈൻഡ്സ് സ്ട്രിങ്സ്. അവളുടെ മനസ്സിൻ്റെ തന്ത്രികളിൽ ഏതോ ഒരു രോഷഗാനം വായിക്കുകയാണ് അവളുടെ ഈ ചിന്ത. ബിക്കോസ് ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്. ഇതൊരു കാഷ്വൽ ഓവർസൈറ്റ് അല്ല, ഇതറിയാതെ സംഭവിച്ചതല്ല. ഇറ്റ് ഈസ് ഡെലിബറേറ്റ്. ഇത് മനഃപൂർവ്വം അജിത്ത് ചെയ്തതാണ്. അജിത്ത്സ് നേച്ചർ ഇസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അജിത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിലും ഇങ്ങനെയാണ്. സംഹൗ എങ്ങനെയോ ഹി ഹാസ് ഗെയിൻ പൊസഷൻ ഓഫ് ദ കീ ടു ദ ലെറ്റർ ബോക്സ്. വീട്ടിലെ ലെറ്റർ ബോക്സിൽ എഴുത്തുപെട്ടിയിലേക്കുള്ള കീ അവൻ എങ്ങനെയോ കൈവശമാക്കിയിട്ടുണ്ട്. ഫിഷിംഗ് ഇറ്റ് ത്രൂ ദ ഗ്യാപ്സ് അമംഗ് ദ 52 ഹാൻഡ്സ് ഓഫ് ദ ജോയിൻറ്റ് ഫാമിലി. ഓരോ തവണ കത്ത് വരുമ്പോഴും അവൻ എടുക്കുന്നത് 52 കൈകൾക്കൊപ്പമാണെന്നാണ്. ഇതിൽ ഒരു തമാശ എന്ന് പറയുന്നത് ഇതൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. സോ ഇൻ ദിസ് ലാർജ് ജോയിൻറ്റ് ഫാമിലി വെൻ ദ പോസ്റ്റ്മാൻ കംസ് വിത്ത് എ ഫ്യൂ ലെറ്റേഴ്സ് 52 ഹാൻഡ്സ് സ്ക്രാമ്പിൾ ഫോർ ദ ലെറ്റേഴ്സ്. 52 കൈകൾ ആണ് ഈ കത്തുകൾക്ക് വേണ്ടി വഴക്ക് വിടുന്നത്. സോ ആ കൈകൾക്കിടയിൽ ഒരു കൈയായി ആദ്യം എത്തുന്നത് എപ്പോഴും അജിത്തിൻ്റെ കൈയാണ്. ആൻഡ് വെൻ എവർ ദർ ഇസ് എ ലെറ്റർ വിത്ത് നൊമിതാസ് നെയിം ഓൺ ദി എൻവലപ്പിൽ നൊമിതയുടെ പേരിൽ ഒരു കത്ത് എപ്പോൾ വന്നാലും ഹി ഓപ്പൺസ് ആൻഡ് റീഡ്സ് ഇറ്റ് ഫസ്റ്റ്. വായിച്ചിട്ട് മാത്രമേ അത് നൊമിതയുടെ കയ്യിൽ കൊടുക്കുമായിരുന്നുള്ളൂ. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഹി ഓഫൻ ടൈംസ് ഹി ഡസൻ ഗിവ് ഇറ്റ് ടു ഹെർ അറ്റ് ഓൾ. ഇപ്പോൾ അവൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്, ഇറ്റ് ഈസ് പോസിബിൾ, പലപ്പോഴും ഓഫൻ ടൈംസ് ഇത് അവൾക്ക് കൊടുക്കുന്നത് പോലുമില്ല പല കത്തുകളും എന്ന് അവൾക്ക് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് എ സസ്പീഷൻ ദാറ്റ് ഹസ് ടേക്കൺ റൂട്ട് ഡീപ്പ് ഇൻ ഹെർ മൈൻഡ്. അവളുടെ ഉള്ളിൽ ആഴത്തിൽ വേരോടിയ ഒരു സംശയമായിരുന്നു പലപ്പോഴും ഈ പല കത്തുകളും അവൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. ഈവൻ ദോ ടു ദിസ് ഡേ അജിത്ത് കനോട്ട് ട്രൂലി മേക്ക് ദ ക്ലെയിം ദാറ്റ് ഹി ഹാസ് ബീൻ ഏബിൾ ടു ഡിസ്കവർ എനി ലെറ്റർ ഇൻ ദ സ്ലൈറ്റസ്റ്റ് ഡിഗ്രി സസ്പീഷ്യസ്. പക്ഷേ ഇതുവരെ അജിത്തിന് ഒരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല ദാറ്റ് ഹി ഹാസ് ഫൗണ്ട് എനി ലെറ്റർ വിച്ച് ഇസ് ഇൻ ദ സ്ലൈറ്റസ്റ്റ് ഡിഗ്രി സസ്പീഷ്യസ്. ഏറ്റവും ചെറിയ നിലയിൽ സംശയമുണർത്തുന്ന ഒരു കത്ത് പോലും അജിത്തിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നൊമിതയെക്കുറിച്ച്. ആ കത്തുകളിലൊന്നും അങ്ങനെ എന്തെങ്കിലും വിധത്തിൽ നൊമിതയെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഒരു കത്ത് അജിത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് സ്റ്റിൽ എന്നിട്ടും ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് ഹിസ് വോണ്ട് ഗോ. അവൻ്റെ ഈ വൃത്തികെട്ട ശീലം മാറുന്നില്ലല്ലോ. നൊമിത ഓർക്കുകയാണ്. നോട്ട് വിത്ത് നൊമിതാസ് ആങ്കർ. നൊമിത ദേഷ്യപ്പെട്ട് നോക്കി. നോട്ട് വിത്ത് ഹെർ ടേക്കിംഗ് ഓഫൻസ്. അവളുടെ അനിഷ്ടം അവൾ അറിയിച്ചു നോക്കി. നോട്ട് വിത്ത് ഹെർ ബിറ്റർ റിപ്രോച്ചസ്. കൈപ്പേറിയ വാക്കുകൾ കൊണ്ട് വഴക്കിട്ട് നോക്കി. ഹെർ ട്രൈങ് ടു ഷെയിം ഹിം വിത്ത് സർക്കാസം. പരിഹാസം കൊണ്ട് കളിയാക്കി നോക്കി. നോട്ട് വിത്ത് എനിത്തിങ്. ഇതൊന്നും ചെയ്തിട്ടും അജിത്തിൻ്റെ ഈ ശീലം മാറുന്നില്ല. ഇഫ് ഷി മെൻഷൻസ് ഇറ്റ് ഫസ്റ്റ് ഹി ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ. ഇത് അജിത്തിനോട് പറയാൻ ശ്രമിച്ചാൽ ഈ ഒരു വിഷയം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അജിത്ത് ചിരിച്ചു തള്ളിക്കളയും. ആൻഡ് ഇഫ് ലാഫ്റ്റർ ഡസൻ ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ ഹി സ്കോൾഡ്സ് ഹെർ. ചിരിച്ചു കളയാൻ ശ്രമിച്ചിട്ടും നൊമിത ഈ വിഷയം വിടുന്നില്ല എന്ന് കാണുമ്പോൾ അജിത്ത് ദേഷ്യപ്പെടും, സ്കോൾഡ് ചെയ്യും. ഷീ സെറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ് ആൻഡ് റീഡ്സ് എ ലെറ്റർ ത്രൂ. 1 മിനിറ്റ് അനങ്ങാതെ ഇരുന്ന് നൊമിത കട്ടിലിരുന്ന് ആ കത്ത് ക്ഷമയോടെ വായിച്ചു നോക്കി. ഇറ്റ് ഇസ് നത്തിങ് മച്ച്. പ്രത്യേകിച്ചൊന്നുമില്ല. എ ലെറ്റർ ഫ്രം നൊമിതാസ് മദർ. നൊമിതയുടെ അമ്മയുടെ കത്താണ്. ഇറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് സ്പീച്ച്. അതിൽ അവരുടെ സ്ഥിരം പല്ലവിയാണ്. ദ ഗുഡ് വുമൺ ഹാസ് വൺസ് അഗെയിൻ പ്ലേസ്ഡ് ഓൺ റെക്കോർഡ്. നല്ലവരായ ആ സ്ത്രീ, അവളുടെ അമ്മ എഴുതിയിരിക്കുന്നത് ദ ന്യൂസ് ഓഫ് ഹർ വേരിയസ് ഹാർഡ്ഷിപ്സ് ആൻഡ് കംപ്ലയിൻസ് ഗെറ്റിംഗ് വേഴ്സ്, മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ. സോ അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളാണ് നൊമിതയുടെ അമ്മ അവളുമായി പങ്കുവയ്ക്കുന്നത്. സോ ഈ കഥയുടെ ഒരു ബേസിക് അറ്റ്മോസ്ഫിയർ ഇതാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു നവവധു, ന്യൂലി മാരീഡായ ഒരു സ്ത്രീ, അവരുടെ അമ്മ അവരുടെ വീട്ടിൽ ബുദ്ധിമുട്ടുന്നത്. സോ ഈ 2 സ്ത്രീകളുടെ അവസ്ഥകളാണ് ഈ കഥയിൽ കോൺട്രാസ്റ്റ് ചെയ്യുന്നത്. ദ റെക്കോർഡ് ഓഫ് ദ ന്യൂസ് ഓഫ് ഹർ വേരിയസ് ഹാർഡ്ഷിപ്സ്. ഈ കത്തിലുണ്ടായിരുന്നത് ഈ അമ്മയുടെ ഹാർഡ്ഷിപ്സ്, ബുദ്ധിമുട്ടുകൾ, കംപ്ലയിൻസ് ഗെറ്റിംഗ് വേഴ്സ്, അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത്, മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ, ദൗർഭാഗ്യങ്ങൾക്ക് പിറകെ ദൗർഭാഗ്യങ്ങൾ അവരെ വേട്ടയാടുന്നത്. ദ സീലിംഗ് ഓഫ് എ റൂം ഇസ് ക്രാക്ഡ് ആൻഡ് ദ റെയിൻ വാട്ടർ ഫോൾസ് ത്രൂ ഇൻ സീസ്ലെസ് സ്ട്രീംസ്.
അപ്പം വീട്ടിലെ മേൽക്കൂര ചോർന്നൊലിക്കുന്നത്, അത് പൊട്ടിയത്, ഇതൊക്കെയാണ് ഈ വിശേഷങ്ങളൊക്കെയാണ് ഈ അമ്മയ്ക്ക് പങ്കുവയ്ക്കാൻ നല്ല വിശേഷങ്ങളൊന്നും ഇല്ല എന്നാണ് ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം. ഇൻ സീസ്ലെസ് സ്ട്രീംസ് റെയിൻ വാട്ടർ ഫോളിങ് ഇൻ ടു ദ ഹൗസ് എന്നാണ്. സീസ്ലെസ് സ്ട്രീം, നിർത്താതെ ഒഴുകുന്ന മഴവെള്ളം, മഴ പെയ്യുമ്പോൾ അല്ലേ വീടിനകത്തൂടെ ചോർന്നൊലിക്കുന്നത്. ഇഫ് ദിസ് ഇസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റെമഡീഡ് ഷീ വിൽ ഹാവ് ടു ഡൈ ക്രഷ്ഡ് അണ്ടർ ദ വെയ്റ്റ് ഓഫ് ദ റൂഫ്. അപ്പം അമ്മയുടെ ഭയം ഇതാണ്, ഇത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ വീട് തകർന്ന് പൊളിഞ്ഞു വീണ് ഞാനിതിനടിയിൽ കിടന്ന് മരിക്കും എന്നൊക്കെയാണ് അമ്മ കത്തിൽ പറയുന്നത്. സോ ദുഃഖ വാർത്തകളാണ്. ഷീ ഡസ് നോട്ട് ഡ്രെഡ് ദാറ്റ് ഇവൻച്വാലിറ്റി. പക്ഷേ അവർ പറയുന്നത്, കത്തുകളിലൂടെ അവകാശപ്പെടുന്നത്, ഇല്ല, ഐ ഡു നോട്ട് ഡ്രെഡ് ഇറ്റ്, എനിക്കതിനെക്കുറിച്ച് ഒരു ഭയവുമില്ല, ദാറ്റ് ഇവൻച്വാലിറ്റി, ആ ഒരു സംഭവം സംഭവിച്ചാലും ഐ ഡോണ്ട് കെയർ എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. പക്ഷേ ഹെർ ഡോട്ടർ ഇസ് എ ക്വീൻ, ഹെർ സൺ ഇൻ ലോ ഇസ് ഹൈ മൈൻഡഡ് ആൻഡ് ലാർജ് ഹാർട്ടഡ്, ദെയർഫോർ എറ്റ്സെട്ര എറ്റ്സെട്ര, ഇങ്ങനെയാണ് കത്ത് പോകുന്നത്. പക്ഷേ ഈ കത്തിൻ്റെ അവസാനം എപ്പോഴും മകളെയും മരുമകനെയും പുകഴ്ത്തിക്കൊണ്ടാണ് അമ്മ ആശ്വസിക്കുന്നത്. എൻ്റെ മോൾ അവിടെ ഒരു രാജ്ഞിയെ പോലെ വാഴുകയാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ മരുമകൻ വിശാല ഹൃദയനാണ്, വലിയ ഉന്നത മനസ്കനുമൊക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. സോ ഇത് ഈ അമ്മയ്ക്ക് ഒരു പക്ഷേ കുറച്ച് പണത്തിന് വേണ്ടിയുള്ള ആവശ്യം ഇൻഡയറക്റ്റായി സൂചിപ്പിക്കുന്നതൊക്കെ ആയിരിക്കാം. സോ ഇതാണ് ആക്ച്വലി അജിത്ത് ഒരു പക്ഷേ ഈ കത്ത് ഭാര്യയ്ക്ക് കൊടുക്കാതെ മാറ്റിവെക്കുന്നതിൻ്റെ മറ്റൊരു കാരണം ഇതൊക്കെ ആയിരിക്കാം. അപ്പം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഷീ ഈസ് എൻ ഇൻഡിജൻറ്റ് വിഡോ, ദരിദ്രയായ ഒരു വിധവയാണ് നമിതയുടെ അമ്മ. വിത്തൗട്ട് ഹസ്ബൻഡ് ഓർ സൺ, ഒരു മകനോ ഒരു ഭർത്താവോ ഇല്ല. സോ ഇപ്പോൾ അല്ലേ സാധാരണഗതിയിൽ ഒരു സ്ത്രീക്ക് തുണയാവുന്നത് അച്ഛനും മകനും ഭർത്താവും ഒക്കെയാണ്. ഇവിടെ നമുക്ക് ഓർമ്മ വരുന്ന വളരെ കോൺട്രവേഴ്ഷ്യലായ ഒരു റെഫറൻസ് ഉണ്ട്, മനുസ്മൃതിയിലെ ഒരു വാചകം, പിതോ രക്ഷതി കൗമാരെ ഭർത്തൃരക്ഷതി യൗവനെ പുത്രരക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ബാല്യകാലത്ത് അച്ഛനും യൗവനകാലത്ത് ഭർത്താവും വാർദ്ധക്യകാലത്ത് പുത്രനും ഒരു സ്ത്രീയെ നോക്കിക്കൊള്ളും. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മനുസ്മൃതിയിലൊരു വാചകം ഇന്ത്യയിൽ ഫെമിനിസ്റ്റുകളൊക്കെ എപ്പോഴും കോട്ട് ചെയ്യുന്ന, ഇന്ത്യൻ സ്ത്രീയെ ഈ അവസ്ഥയിലേക്ക് തള്ളിയിട്ടതിന് മൂലകാരണമെന്നൊക്കെ പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു ഫേമസ് കോട്ടാണത്. സോ ദിസ് പാർട്ട് ഓഫ് ദ സ്റ്റോറി subtly hints at such a state, because in this home where Numida's mother is living alone, she doesn't have a son or a husband to look after her, because her husband is dead and she doesn't have a son. ഇവിടെ ആകെയുള്ള ഒരു മകളെ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്ത്രീ ആര് നോക്കും എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അതാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. An indigent widow, ദരിദ്രയായ സ്ത്രീ, വിത്തൗട്ട് ഹസ്ബൻഡ് ഓർ സൺ, ഷി വാസ് സക്സസ്ഫുൾ ഇൻ കൺസൈനിങ് ഹെർ ഡോട്ടർ ടു എ വെൽത്തി ഫാമിലീസ് ഹൗസ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ലുക്സ് അലോൺ. നുമിതയുടെ സൗന്ദര്യം കൊണ്ട് മാത്രമാണ് നുമിതയ്ക്കൊരു നല്ല ബന്ധം, ഒരു സക്സസ്ഫുൾ അലയൻസൊക്കെ അമ്മയ്ക്ക് ഒപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് ആക്ച്വലി നുമിതയ്ക്ക് സൗന്ദര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ബട്ട് ദ ഗുഡ് ലേഡി നെവർ സ്റ്റോപ്ഡ് ടേക്കിംഗ് ക്രെഡിറ്റ് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഏറ്റവും ചെറിയ ഒരു അവസരം കിട്ടിയാൽ പോലും ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നത് എപ്പോഴും അമ്മയാണ്. എൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണ് നിനക്കിങ്ങനെ ഒരു ബന്ധം, ഫോർ ഹർ സ്കിൽ ഇൻ ദ മാറ്റർ, ഈ ഒരു വിവാഹബന്ധങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിലുള്ള അമ്മയുടെ കഴിവിനെ കുറിച്ചൊക്കെ അമ്മ എപ്പോഴും സ്വകാര്യമായി അഹങ്കരിക്കാറുണ്ട്. ആ സാധു സ്ത്രീയുടെ ഒരു സ്വകാര്യമായൊരു ആനന്ദമാണത്. ആൻഡ് ഷീ ഹാസ് ബീൻ ഫൈൻഡിങ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഓൾ അലോങ്. സോ എപ്പോഴൊക്കെ അവസരം കിട്ടിയാലും ഈ സ്ത്രീ ആ ഒരു കാര്യം എടുത്ത് പറയുകയൊക്കെ ചെയ്തിരിക്കും. അപ്പോൾ ഇവരുടെ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ടുമൊക്കെ ആയിരിക്കാം. എന്തായാലും ഈ സ്ത്രീ ഇവരുടെ ബുദ്ധിമുട്ടുകൾ എപ്പോഴും അവതരിപ്പിച്ച് മകളെയും മരുമകനെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. Whenever Ajit sees a new letter from Nomida's mother, അതുകൊണ്ട് എപ്പോഴൊക്കെ അജിത്ത് നമിതയുടെ അമ്മയുടെ ഒരു കത്ത് കണ്ടാലും he smiles derisively, അവൻ പുച്ഛത്തോടെ ചിരിച്ചിട്ട് ഇങ്ങനെ പറയും, why bother to read that, I'll go and fill out a money order form. ഇതെന്തിനാണ് ഇത് പൊട്ടിച്ച് വായിക്കുന്നത്, why bother, ഞാൻ പോയൊരു മണി ഓർഡർ ഫോം അങ്ങ് ഫില്ല് ചെയ്ത് അയച്ചേക്കാം. കാര്യം ഈ അമ്മ കത്തെഴുതുന്നത് പണത്തിന് വേണ്ടി യാചിക്കാനാണ് എന്നൊരു ധാരണ അജിത്തിനുണ്ട്. Nomida's head hangs low with the shame and the insult of it. ഇത് കേൾക്കുമ്പോൾ തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ചിലപ്പോൾ പരസ്യമായിട്ടൊക്കെ ഇത് പറയുമ്പോൾ നാണക്കേട് കൊണ്ട് നമിതയുടെ ശിരസ് കുനിഞ്ഞു പോകുമായിരുന്നു. സോ സം ടൈം അഗോ, ഔട്ട് ഓഫ് ആങ്കർ ആൻഡ് ഗ്രീഫ്, കോപവും ദുഃഖവും കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം നമിത അമ്മയ്ക്കൊരു കത്തെഴുതി. ഫോർബെയ്ഡ് ഹെർ മദർ ഫ്രം റൈറ്റിംഗ് ഹെർ ഓൺ പോസ്റ്റ് കാർഡ്സ്. അമ്മയെ പോസ്റ്റ് കാർഡുകളിൽ കത്തെഴുതുന്നതിൽ നിന്നും നമിത വിലക്കി. കാര്യം പോസ്റ്റ് കാർഡുകളിൽ കത്തെഴുതിയാൽ ആ വീട്ടിൽ എല്ലാവർക്കും കാണാൻ പറ്റും. ഇപ്പോൾ ഒരു എൻവലപ്പിലിട്ട് കത്തെഴുതാൻ തുടങ്ങിയത് അങ്ങനെയാണ്.
ആൻഡ് ഷീ തോട്ട് ദാറ്റ് ഫ്രം ദെൻ ഓൺ, അതിനുശേഷം ഷീ വുഡ് ട്രൈ ടു സെൻഡ് എ ലിറ്റിൽ മണി. അപ്പോൾ അവളുടെ തീരുമാനമാണ് കുറച്ച് പണം എങ്ങനെയെങ്കിലുമൊക്കെ സ്വരൂപിച്ച് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാം. വാട്ട് എവർ ഷീ കുഡ് പുൾ ടുഗദർ, അവൾക്ക് സ്വരൂപിക്കാൻ പറ്റുന്ന പണം എത്ര കുറച്ച് തന്നെ ആയാലും അതെങ്ങനെയെങ്കിലും അമ്മയ്ക്ക് അയച്ചു കൊടുക്കാം. ഇൻ സീക്രട്ട്, രഹസ്യമായിട്ട് സ്വന്തം അമ്മയ്ക്ക് പണം അയച്ചു കൊടുക്കുന്ന ഒരു മകൾ അത് രഹസ്യമായിട്ട് ചെയ്യേണ്ടി വരുന്നതാണ്. സോ ദിസ് ഇസ് വാട്ട് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലപ്സ് ടു. അപ്പോൾ അവൾ ആലോചിക്കുകയാണ്, ഞാൻ അമ്മയെ പോസ്റ്റ് കാർഡിൽ എഴുതുന്നതിന് വിലക്കിയിട്ട് എൻവലപ്പുകളിൽ എഴുതിച്ചു. ഇപ്പോൾ എൻവലപ്പുകൾക്ക് വരുന്ന അവസ്ഥ ഇതാണ് അല്ലേ. തൻ്റെ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് ചുരുട്ടിക്കൂട്ടിയ നിലയിൽ ഒരു എൻവലപ്പ് കണ്ടെത്തിയപ്പോൾ അത് ആലോചിക്കുകയാണ്. സഡൻലി നുമിതാസ് ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് ഹർ മദർ. പെട്ടെന്ന് നുമിതയ്ക്ക് തൻ്റെ അമ്മയോടും ദേഷ്യം തോന്നുകയാണ്. വൈ ഡസ് ഷീ കീപ്പ് ഓൺ ബെഗിങ് ലൈക്ക് ദിസ്? എന്തിനാണ് എന്നെ നാണം കെടുത്താനായി ഈ സ്ത്രീ ഇങ്ങനെ യാചിക്കുന്നത് എന്നൊക്കെ. അപ്പം വീണ്ടും അവളുടെ നിസ്സഹായത കൊണ്ട് അവൾക്ക് തോന്നിപ്പോകുന്ന ഒരു ദേഷ്യമാണ്. ആദ്യം ഭർത്താവിനോട് ദേഷ്യം, ഇപ്പോൾ അമ്മയോട് ദേഷ്യപ്പെടുകയാണ്. വൈ വോണ്ട് ഷീ ലെറ്റ് നുമിത കീപ്പ് ഹർ സെൽഫ് റെസ്പെക്ട്? ഇവിടെ കുറച്ച് സെൽഫ് റെസ്പെക്റ്റോടെ, ഹെർ ഡിഗ്നിറ്റി, കുറച്ച് അന്തസ്സോടെ, ആത്മാഭിമാനത്തോടെ ഇവിടെ ജീവിക്കാൻ എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ അനുവദിക്കാത്തത്? നോ, ദിസ് ടൈം ഷീ വിൽ റൈറ്റ് ആൻഡ് ടെൽ ഹർ മദർ ക്ലിയർലി. ഇല്ല, ഇത്തവണ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അമ്മയ്ക്ക് ഞാൻ കത്തെഴുതി അമ്മയെ അറിയിക്കും. ഐ കാൻ ഡു എനി മോർ. അമ്മേ, ഇനി എനിക്ക് പണം അയച്ചു തരാൻ കഴിയില്ല. ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. എന്നിൽ നിന്നും ഇനി ഒന്നും പ്രതീക്ഷിക്കരുത്. ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ നിർബന്ധിതയാവുകയാണ് നുമിത. പക്ഷേ നുമിതയ്ക്ക് തൻ്റെ അമ്മയുടെ ആവശ്യങ്ങളെ, അമ്മയുടെ ബുദ്ധിമുട്ടുകളെ അവഗണിക്കാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. റൈറ്റ് ദെൻ അജിത് സ്റ്റെപ്സ് ഇൻ ടു ദ റൂം ആഫ്റ്റർ ഫിനിഷിംഗ് ഹിസ് ലെഷർലി സൺഡേ ബാത്ത്. തൻ്റെ വിശാലമായ ഞായറാഴ്ചത്തെ ഒഴിവ് ദിവസമാണല്ലോ, ഞായറാഴ്ചത്തെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന അജിത്തിനെ ഫേസ് ചെയ്യുകയാണ്. നുമിതാസ് ഷാർപ്പ് ഇൻഡിഗ്നേഷൻ അറ്റ് ദ ഇൻസൾട്ട്. ഈ ഒരു ഇൻസൾട്ട്, തൻ്റെ സ്വന്തം അമ്മ തനിക്ക് അയച്ച കത്ത് തന്നെ കാണിക്കാതെ പോക്കറ്റിലിട്ട ആ ഒരു ഇൻസൾട്ട്, ആ ഒരു അപമാനം, അതിലുള്ള അവളുടെ പ്രതിഷേധം മുഴുവൻ, സിമ്മറിങ് ഓൾ ദിസ് വൈൽ, ഇത്രയും നേരം തൻ്റെ ഉള്ളിൽ ഒരു കനൽ പോലെ ഉള്ളിൽ കിടന്ന് നീറുകയായിരുന്ന ആ ഒരു ദേഷ്യം, സീംസ് ടു വോണ്ട് ടു ഡാഷ് ഇറ്റ് സെൽഫ് വയലൻ്റ്ലി അഗൻസ്റ്റ് ഹിം. ഇതെല്ലാം തൻ്റെ ഭർത്താവിലേക്ക് തീർക്കാൻ ഉള്ളൊരു ഒരു ഉള്ളിൽ നിന്നുള്ളൊരു ഭയങ്കര ദേഷ്യത്തിൻ്റെ ഒരു ഉൾത്തള്ളലുമായി നിൽക്കുകയാണ് നുമിത. അപ്പോൾ നുമിത റോൾസ് ഔട്ട്. നുമിത അലറി വിളിക്കുകയാണ്. വെൻ ഡിഡ് ദിസ് ലെറ്റർ കം? എപ്പോഴാണ് ഈ കത്ത് വന്നത്? അജിത് ഗ്ലാൻസസ് അറ്റ് ഒബ്ലീക്ലി. അജിത്ത് ഇൻഡയറക്റ്റായി അവളെ ഇങ്ങനെ നോക്കുകയാണ്. ഒരു ഗ്ലാൻസ്, ഒരു നോട്ടം. എന്താണ് പ്രശ്നമെന്ന് എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ. തനിക്ക് സംഭവിച്ച തെറ്റെന്താണ്? കാര്യം ഭാര്യ തൻ്റെ നേരെ ഷൗട്ട് ചെയ്യണമെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് കാണും എന്ന് ഏത് ഭർത്താവും ഊഹിക്കുമല്ലോ. അപ്പം കുളി കഴിഞ്ഞിറങ്ങിയ അജിത്ത് നയപരമായി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. എന്താണ് വിഷയം? അനദർ ഹാൻഡ്ഫുൾ ഓഫ് ക്യാഷ് ഫോർ ദിസ് ഹി ഹാഡ് തോട്ട് ആൻഡ് ഡിസൈഡഡ് നോട്ട് ടു ഗിവ് ദ ലെറ്റർ ടു നുമിത. അപ്പോൾ കയ്യിൽ ഈ കത്തിരിക്കുന്നത് കണ്ടിട്ട് അജിത്തിന് കാര്യം മനസ്സിലായി. അനദർ ഹാൻഡ്ഫുൾ ഓഫ് ക്യാഷ്. ഇനി എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണവും കൂടി നഷ്ടപ്പെടും, അപ്പോൾ ഇത് കാണിക്കണ്ട എന്ന് പറഞ്ഞ് പതുക്കെ മാറ്റി വെച്ചതാണ്. ഹി ഹാഡ് ഫൊഗോട്ടൺ ടു ടയർ ഇറ്റ് അപ്പ് ആൻഡ് ത്രോ ഇറ്റ് അവേ. ആക്ച്വലി മറന്നുപോയതാണ് ഇത് കീറി കളയാനായിട്ട്, പോക്കറ്റിലിട്ട് പോയി. ഇറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്ക്. താനൊരു വലിയ മിസ്റ്റേക്കാണ് വരുത്തിയിരിക്കുന്നത്. ഇനി തനിക്കിതിന് മറുപടി പറയേണ്ടി വരുന്നു. നോട്ട് ദാറ്റ് അജിത്ത് ഇസ് ഗോയിങ് ടു ഫീൽ അബാഷ്ഡ് അബൌട്ട് ഇറ്റ്. അബാഷ്ഡ്, ഷൈ അല്ലേ? അജിത്തിന് അതിനെക്കുറിച്ച് ആലോചിച്ച് നാണക്കേടൊന്നുമില്ല, യാതൊരു പശ്ചാത്താപവും ഇല്ല ആ കത്ത് കൊടുക്കാതിരുന്നതിൽ. ആസ് ദോ ട്രൈങ് ഹാർഡ് ടു റിമെമ്പർ ഹി സേസ്. ഓർക്കാൻ ശ്രമിക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ട് നുമിതയോട് അജിത്ത് പറഞ്ഞു, ലെറ്റർ? വാട്ട് ലെറ്റർ? എന്ത് കത്ത്? നീ എന്ത് കത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്? ദാറ്റ്, യെസ്, അതെയോ, ഈ കത്തോ? ഇൻഡീഡ് ദർ വാസ് എ ലെറ്റർ ഫ്രം യുവർ മദർ. നിൻ്റെ അമ്മയുടെ ഒരു കത്ത് എനിക്ക് ലഭിച്ചിരുന്നു. ഐ ജസ്റ്റ് ഹാഡ് ഇൻ ഗോട്ട് അറൗണ്ട് ഗിവിങ് ഇറ്റ് യു. അത് നിനക്ക് തരാൻ മറന്നുപോയതാണ് എന്ന് കള്ളം പറഞ്ഞ് നോക്കി അജിത്ത്. വൈ ഹാഡൻറ്റ് യു ഗോട്ട് അറൗണ്ട് ടു ഇറ്റ്? വൈ ആൻസർ മീ. വൈ ഹാഡൻറ്റ് യു ഗോട്ട് അറൗണ്ട് ടു ഇറ്റ്? നീ എന്തുകൊണ്ട് അത് തന്നില്ല? അപ്പം നുമിത വിട്ടുകൊടുക്കാൻ ഒരു ഉദ്ദേശവുമില്ല. വാട്ട് എ നോയ്സൻസ്! ഇതെന്ത് ശല്യമാണ്! ഐ ഹാഡ് ഫോർഗോട്ടൺ. വൈ എൽസ്? ഞാൻ മറന്നുപോയി. അതിനെന്താണ്? ലയർ, കള്ളൻ എന്ന് വിളിക്കുകയാണ് നുമിത അജിത്തിനെ. വൈ ആർ സേയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്? ഡോണ്ട് പീപ്പിൾ ഫൊഗെറ്റ്. അജിത്ത് വളരെ ശാന്തനായി ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ്. നീ എന്തിനാണ് ഇങ്ങനെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്നത്? ഡോണ്ട് പീപ്പിൾ ഫൊഗെറ്റ്. ആളുകൾ മറക്കാറില്ലേ? അത് വളരെ സ്വാഭാവികമല്ലേ? നീ എന്തിനാണ് ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത്? എന്തിനാണ്? നോ, ദേ ഡോണ്ട്. വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ? അപ്പോൾ അവൾ രണ്ടാമത്തെ ആരോപണമാണ്. ശരി, നിങ്ങൾ മറന്നുപോയി, പക്ഷെ നിങ്ങൾ എന്തിന് എൻ്റെ പേരിൽ വന്ന കത്ത് നിങ്ങൾ എന്തിനു പൊട്ടിച്ചു വായിച്ചു? ദിസ് ചാർജ് അജിത്ത് ട്രൈസ് ടു സ്കാറ്റർ ടു ദ വിൻസ്. ഈ ആരോപണം അജിത്ത് കാറ്റിൽ പറത്തി കളയാൻ ശ്രമിക്കുകയാണ്. കാര്യം ഇത് നിലനിൽക്കുന്ന ഒരു ആരോപണമല്ല, സ്വന്തം ഭാര്യയുടെ കത്താണ് അല്ലേ? വാട്ട് ഇഫ് ഐ ഓപ്പൺഡ് ഇറ്റ്? മൈ ഓൺ വൈഫ്സ് ലെറ്റർ. ബി ക്വൈറ്റ് ഐ ടെൽ യു. ഫോർ വാട്ട് റീസൺ ഷുഡ് യു ഓപ്പൺ മൈ ലെറ്റേഴ്സ്? ഹാവൻറ്റ് ഐ ടോൾഡ് യു 1,000 times not to?
ഞാൻ 1000 തവണ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ കത്തുകൾ പൊട്ടിച്ച് വായിക്കരുതെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാരണം ഉണ്ട് എന്നല്ലേ, നിങ്ങൾക്ക് എങ്ങനെ ഇതിന് ന്യായീകരിക്കാൻ കഴിയും എന്ന് ഭയങ്കര ദേഷ്യത്തോടെ ചോദിക്കുകയാണ് നമിത. അജിത് ഡസൻ ഫിയർ നമിതാസ് ആങ്കർ, ഹി ഫിയേഴ്സ് എ റോ. അജിത്തിന് ഭയം നമിതയുടെ ദേഷ്യത്തെ അല്ല, റൂമിനകത്ത് വെച്ച് വഴക്കിടുന്നതാണ് അജിത്തിന് ഭയം. കാരണം ദിസ് ഇസ് എ ജോയിൻറ്റ് ഫാമിലി. And if she shouts at him inside, even if it's inside his room, the entire family will know. 52 കൈകളാണ് കത്ത് വരുമ്പോൾ നീങ്ങുന്നത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഇത്രയും ആളുകൾ തിങ്ങിക്കൂടി പാർക്കുന്ന ഈ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കിട്ടാൽ അതെല്ലാവരും അറിയും. അത് അജിത്തിന് നാണക്കേടാണ്. സോ അതുകൊണ്ട് മാത്രമാണ് അജിത്ത് ഈ സിറ്റുവേഷനും തണുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇല്ലെങ്കിൽ ഹി വുഡ് ഹാവ് ഷൗട്ടഡ് ബാക്ക് അറ്റ് നമിത. അപ്പോൾ he smiles an affected smile. ഒരു കൃത്രിമമായ ചിരിയൊക്കെ ഉണ്ടാക്കി മുഖത്ത് ഫിറ്റ് ചെയ്തുകൊണ്ട് സിറ്റുവേഷൻ ഒന്ന് കാം ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പോൾ ഒരു തമാശ രൂപേണ ഒരു ഡയലോഗ് അടിച്ച് നോക്കുകയാണ് അജിത്ത്. ഇഫ് യു ആർ ഫോർബിഡിങ് ഇറ്റ് ദെൻ ദർ ഇസ് എ ഡെഫിനറ്റ് സംതിങ്. നീ ഇത് വിലക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഉണ്ട്. ഷുഡിൻറ്റ് ഐ മേക്ക് ഷുവർ ദാറ്റ് നോ വൺ ഇസ് പാസിങ് യു ലവ് ലെറ്റേഴ്സ് ഇൻ സീക്രട്ട്. നിനക്ക് രഹസ്യമായി പ്രണയലേഖനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ കടമയില്ലേ എന്ന് പറയുന്ന അജിത്തിന് ലഭിക്കുന്ന മറുപടി ഇതാണ്: സ്റ്റോപ്പ് ഇറ്റ്, വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. നിർത്ത്, നിങ്ങൾ എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ്. എ കോമൺ വൾഗർ മാൻ, നിങ്ങൾ എത്ര വൃത്തികെട്ട മനുഷ്യനാണ്. ആഫ്റ്റർ ദിസ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഫോർ അജിത്ത് ടു സ്മൈൽ ഹിസ് ഫേക്ക് സ്മൈൽ എനി ലോങ്ങർ. ഇനി അജിത്തിന് തൻ്റെ കൃത്രിമ ചിരിയുമായി അല്ലേ ഭാര്യയെ ഫേസ് ചെയ്യാൻ കഴിയില്ല. കാര്യം എളിഭ്യനായി പോകും. ഭാര്യ ഈ ഒരു ഇഷ്യൂ നിസ്സാരമായി തള്ളിക്കളയാൻ തയ്യാറല്ല എന്ന് അജിത്തിന് മനസ്സിലാവുകയാണ്. നൗ ഹീ ടു പിക്സ് അപ്പ് ദ പോയ്സൺഡ് നൈഫ്. അജിത്തും ആ വിഷക്കത്തി കയ്യിലെടുക്കുകയാണ്, ആരോപണങ്ങളുടെ വിഷക്കത്തി. കാരണം ഇപ്പോൾ സീരിയസ് ആയി അവർ വധൂവരന്മാരാണല്ലോ, കുറച്ച് നാളുകളായേ ഉള്ളൂ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇവരുടെ ഫാമിലിയിലെ ഓരോ പ്രോബ്ലംസ് തുടങ്ങുകയാണ്. അപ്പം അമ്മയുടെ കത്തിൽ നിന്നാണ് ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് ആരംഭം. അപ്പോൾ ഒരു ആരോപണവും പ്രത്യാരോപണവുമായി ഈ വിവാഹബന്ധം പതുക്കെ ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. നൗ ഹീ ടു പിക്സ് അപ്പ് ദ പോയ്സൺ നൈഫ്. അവനും ആരോപണത്തിൻ്റെ കത്തി കയ്യിലെടുത്ത് തിരിച്ച് അവളെ ആക്രമിക്കുകയാണ്. ഓ, ഇസ് ദാറ്റ് സോ? ഓ, അങ്ങനെയാണോ? ദോസ് ഹു വൈൻ ഡേ ആൻഡ് നൈറ്റ് ആൻഡ് ഹോൾഡ് ഔട്ട് ദെയർ പാംസ് ടു ദെയർ സൺ ഇൻ ലോ, ദേ ആർ ദ ഹൈ ക്ലാസ് പീപ്പിൾ. താൻ ഒരു വൃത്തികെട്ട വൾഗർ മനുഷ്യനാണ് എന്നാണ് ഭാര്യ തന്നെക്കുറിച്ച് ഉന്നയിച്ച ആരോപണം. അപ്പോൾ തിരിച്ച് ഭർത്താവായ അജിത്ത് ചോദിക്കുന്നത്, ഓ അത് ശരി, ദോസ് ഹു വൈൻ ഡേ ആൻഡ് നൈറ്റ്, പകലെന്നില്ലാതെ രാത്രിയെന്നില്ലാതെ എൻ്റെ മുന്നിൽ കരഞ്ഞ് ഇരക്കുന്ന നിൻ്റെ അമ്മയായിരിക്കും പിന്നെ ഹൈ മൈൻഡഡ് ആൻഡ് ഹൈ ക്ലാസ് പീപ്പിൾ അല്ലേ എന്ന് തൻ്റെ അമ്മയെക്കുറിച്ച് ഭീകരമായൊരു ആരോപണമായി അജിത്ത് തിരിച്ചടിച്ചു. എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ ബിക്കംസ് എ ക്വീൻ ആൻഡ് സോ എന്ന് ഒരു കൂടുതൽ ഗുരുതരമായൊരു ആരോപണമാണ് അജിത്ത് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. എ ഡങ് പിക്കേഴ്സ് ഡോക്ടർ. ചാണകം വാരി നടന്ന നിൻ്റെ അച്ഛനെ ഞാൻ വിവാഹം കഴിച്ചതും പോരാ, നീ ഇപ്പോൾ എന്നോട് കയർക്കാൻ വരുന്നു എന്നൊരു ധ്വനിയാണ് ഈ ഡയലോഗിൽ അജിത്ത് നിറച്ചു വെച്ചത്. ഇത് നമിതയ്ക്ക് ക്ഷമിക്കാവുന്നതിനും സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഷട്ട് അപ്പ് നമിത യെൽസ്. നമിത വായടയ്ക്കട എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. Their room is on the 3rd floor. 3ാം നിലയിലാണ് അവരുടെ മുറി. ദാറ്റ് ഇസ് എ ബ്ലെസ്സിങ്. അജിത്ത് ആദ്യം ആലോചിച്ചതാണ് ഭാഗ്യം. അതർവൈസ് വിത്ത് ദാറ്റ് സ്ക്രീം എവ്രി വൺ വുഡ് ഹാവ് കം ടു ലുക്ക്. ഇല്ലെങ്കിൽ ഷട്ടപ്പ് എന്ന് തൻ്റെ ഭർത്താവിനെ നോക്കി നമിത വിളിച്ചു പറഞ്ഞ ആ ഡയലോഗ് കേട്ട് ആ വീട്ടിലെ എല്ലാവരും തിരക്കി വരുമായിരുന്നു. ഷട്ടപ്പ്. അജിത്ത് റോൾസ് ഔട്ട്. അജിത്തും വിട്ടുകൊടുക്കാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. അജിത്ത് തിരിച്ച് റോർ ചെയ്യുകയാണ്, അലറി വിളിക്കുകയാണ്. വാട്ട് ഷട്ടപ്പ്? എന്ത് ഷട്ടപ്പ്? ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്, വാട്ട് ഐ പ്ലീസ്. വാട്ട് വിൽ യു ഡു? ക്യാൻ യു ഡു എനിത്തിങ്? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, നീ എന്ത് ചെയ്യും? ഐ കാണ്ട് ഡു എനിത്തിങ്. നമിത സ്തബ്ധയായി പോവുകയാണ്. അപ്പം ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വഴക്കിലേക്കാണ് നീങ്ങുന്നതെന്ന് നമിതയ്ക്കും അജിത്തിനും മനസ്സിലായി. ഇപ്പോൾ രണ്ടുപേരും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. അപ്പം നമിത തിരിച്ച് എന്താ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ എന്ന് പറഞ്ഞ് പാൻറ്റ് ചെയ്തുകൊണ്ട് കിതച്ചുകൊണ്ട് ചുറ്റും നോക്കുകയാണ്. നമിത പ്രൊനൗൺസസ് ഈച്ച് വേർഡ് ക്ലിയർലി. യു വാണ്ട് ടു സീ ഇഫ് ഐ ക്യാൻ ഡു എനിത്തിങ്. എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നിനക്ക് കാണണോ? ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഷീ ഡസ് സംതിങ് ദാറ്റ് ഇസ് അസ്റ്റോണിഷിങ്. അജിത്തിനെ അസ്റ്റോണിഷ് ചെയ്യുന്ന, സ്തബ്ധനാക്കുന്ന ഒരു കാര്യമാണ് അവൾ അടുത്തത് ചെയ്തത്. ഷീ ഗ്രാബ്സ് അജിത്സ് മാച്ച് ബോക്സ് ദാറ്റ് ഇസ് ലൈങ് ഓൺ നിയർ ഹിസ് സിഗരറ്റ്സ് ഓൺ ദ ടേബിൾ. അജിത്ത് സിഗരറ്റ് വലിക്കാനായി കത്തിക്കാൻ വെച്ചിരുന്ന തീപ്പെട്ടി കയ്യിലെടുത്ത് ആൻഡ് ഷീ ലൈറ്റ്സ് എ മാച്ച് സ്റ്റിക്ക് ആൻഡ് ടച്ചസ് ഇറ്റ് ടു ഹെർ സാരി. ഒരു തീപ്പെട്ടി എടുത്ത് വരച്ച് തീപ്പെട്ടി കത്തിച്ച് തൻ്റെ സാരിയുടെ തുമ്പിലേക്ക് ഈ തീപ്പെട്ടി കോല് നമിത കാണിച്ചു കൊടുത്തു. Instantly it flares up, the very fine anchor of a wealthy wife's sari. ഒരു പണക്കാരിയുടെ വില കൂടിയ
സാരിയുടെ ഫൈൻ ആൻചോൾ, ഈ സാരിയുടെ മുന്താണിയാണ് ആൻചോൾ എന്ന് പറയുന്നത്. സോ സാരിയുടെ ഏറ്റവും ഡെക്കറേറ്റീവായ ഭാഗം, അതിൽ നൈസ് തുണി കൊണ്ടുണ്ടാക്കുന്ന ഭാഗമായതുകൊണ്ട് പെട്ടെന്ന് തീ പിടിക്കും. അപ്പം അതിലാണ് നുമിത തീ കൊളുത്തിയിരിക്കുന്നത്. പെട്ടെന്ന് ആളി പടർന്നു. ദ വെരി നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് അജിത് സേസ്, ഹാവ് യു ഗോൺ മാഡ്, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഹി സേസ് ആൻഡ് ജംപ്സ് ടു ഹെർ സൈഡ് ആൻഡ് ഗ്രാബ്സ് എ ബേണിംഗ് പാച്ച്. അപ്പം തീ ആളിപ്പിടിച്ച് ആ ഒരു സാരിയുടെ ഭാഗം കയ്യിലെടുത്തിട്ട് ഹി സ്ലാപ്സ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ് ആൻഡ് പുട്ട്സ് ഔട്ട് ദ ഫയർ. എന്നിട്ട് ആ തീ അണച്ചു. പുട്ട് ഔട്ട് ദ ഫയർ എന്നാണ് തീ അണയ്ക്കുക. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. ആൻസർ എഴുതുമ്പം പലപ്പോഴും നിങ്ങൾ തെറ്റിക്കുന്നൊരു വാക്കാണ്. പുട്ട് ഔട്ട് ദ ഫയർ, തീ അണയ്ക്കുക, ഒരു ഫ്രേസിൽ വേർബാണ്. ആൻഡ് ടു ടെൽ ദ ട്രൂത്ത് നൗ ഹീ ഈസ് എ ലിറ്റിൽ അഫ്രൈഡ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവന് അജിത്തിന് കുറച്ച് ഭയമുണ്ട് തൻ്റെ ഭാര്യയെ. ഹി ലുക്സ് ഫിയർഫുള്ളി അറ്റ് നുമിതാസ് ഫേസ്. തെല്ല് ഭയത്തോടെ നുമിതയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഷി സീസ് എ ബേണിംഗ് ഫയർ ഓൺ ഹെർ ഫേസ് ദെയർ, ബ്രൈറ്റ് ബ്ലേസിംഗ് റെഡ്. തീക്ഷ്ണമായ ഒരു തീ അവളുടെ കണ്ണുകളിൽ അവൻ കാണുകയാണ്. ഹി ഡസൻ ഹാവ് ദ കറേജ് ടു പുട്ട് ഔട്ട് ദാറ്റ് ഫയർ. സാരിയിലെ തീ അജിത്ത് അണച്ചു. പക്ഷേ തൻ്റെ ഭാര്യയുടെ, ഒരു സ്ത്രീയുടെ, ഇന്ത്യൻ സ്ത്രീയുടെ കണ്ണിലെ തീ, ദേഷ്യത്തിൻ്റെ തീ കുത്തി അണയ്ക്കാൻ ധൈര്യമുള്ള ഒരു ഭർത്താവ് ഇന്ത്യയിലില്ല എന്നായിരിക്കാം ഒരുപക്ഷെ കഥാകാരി ഉദ്ദേശിക്കുന്നത്. ഹി ഡസൻ ഹാവ് ദ കറേജ് ടു പുട്ട് ഔട്ട് ദാറ്റ് ഫയർ ബൈ സ്ലാപ്പിംഗ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ്. അത് അവൻ്റെ കൈകൊണ്ട് അണയ്ക്കാൻ അജിത്തിനാവില്ല. സോ ഹി ട്രൈസ് ടു പോർ വാട്ടർ ഓൺ ഇറ്റ്. സോ പതുക്കെ സോപ്പിട്ട് അവളെ ഒന്ന് തണുപ്പിക്കാൻ ശ്രമിക്കുകയാണ് അജിത്ത്. വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ഹി അറ്റംപ്റ്റ്സ് ടു സ്പീക്ക് നോർമലി. വളരെ നോർമലായി സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അജിത്ത് ഇങ്ങനെ പറഞ്ഞു, യു ലൂസ് ഓൾ കോമൺ സെൻസ് വെൻ യു ഗെറ്റ് ആംഗ്രി ഡോണ്ട് യു? എ വുമൺ ആൻഡ് സച്ച് ആങ്കർ, ഉഫ്. അപ്പോൾ നീ ഒരു പെണ്ണല്ലേ, ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടുണ്ടോ? നിനക്ക് ദേഷ്യം വരുമ്പോൾ എല്ലാ കോമൺ സെൻസും നഷ്ടപ്പെടും. സോ നീ ഇങ്ങനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് തണുപ്പിക്കാനുള്ള അജിത്തിൻ്റെ ശ്രമമാണ്. ഹൂ നോസ് വാട്ട് നുമിത വുഡ് ഹാവ് സെഡ് നെക്സ്റ്റ്. ഇതിന് മറുപടിയായി നുമിത എന്ത് പറയുമായിരുന്നു? കാര്യം ഇത്രയും ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചിട്ട് തന്നെ സോപ്പിടാൻ വരുന്ന ഭർത്താവിനോട് നുമിത എന്ത് പറയുമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാനേ കഴിയുള്ളൂ. കാരണം റൈറ്റ് ദെൻ ഹെർ നീസ് റിനി സ്റ്റെപ്സ് ഇൻ ടു ദ റൂം. അവരുടെ അനന്തരവൾ നീസിൻ്റെ ഓപ്പോസിറ്റ് നെവ്യൂ ആണ്. അനന്തരവൾ തന്നെ സഹോദരങ്ങളുടെ മക്കളെയാണ് നെവ്യൂ എന്ന് നീസ് എന്ന് പറയുന്നത്. നെവ്യൂ മാസ്കുലീനും നീസ് ഫെമിനീനുമാണ്. അനന്തരവളെ നീസ് എന്ന് വിളിക്കുന്നു, അനന്തരവനെ നെവ്യൂ എന്ന് വിളിക്കുന്നു. അത് ഇന്ത്യയിലെ പോലെയല്ല, അറിയാലോ. സഹോദരൻ്റെയും സഹോദരിയുടെയും മക്കളെ നെവ്യൂ എന്ന് നീസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. സോ കം ബാക്ക്. റിനി സ്റ്റെപ്സ് ഇൻ ടു ദ റൂം. അവരുടെ നീസ് അനന്തരവൾ റിനി റൂമിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് മാത്രമാണ് ഇതിനുള്ള മറുപടി നുമിതയ്ക്ക് കൊടുക്കാൻ കഴിയായിരുന്നത്. ഇമ്മീഡിയറ്റ്ലി ഷീ സേസ് പിയേഴ്സിംഗ്ലി, സോ ഖുറിമ എന്ന് പറഞ്ഞ് അവൾ കടന്നു വരികയാണ്. ഒരു പക്ഷേ ഈ റിനി പെൺകുട്ടി ഈ ബഹളമൊക്കെ വെളിയിൽ നിന്ന് കേട്ടുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് വഷളാകാത്ത മാനേജ് ചെയ്യാനായിരിക്കും അകത്ത് കയറി വന്നത്. അതും അല്ലെങ്കിൽ നമുക്കറിയാം താഴെ വാഷർമാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് റിനി അകത്തേക്ക് കടന്നു വന്നിട്ട് ഖുറിമ, ഒരു പക്ഷേ നമ്മൾ മലയാളത്തിൽ കുഞ്ഞമ്മ എന്ന് പറയുന്ന വാക്ക് പോലെ ഒരു വാക്കാണ്, ബംഗാളിയാണ്, അത് ആ വാക്ക് അതുപോലെ തന്നെ ഉപയോഗിച്ചാണ്. ഖുറിമ, ഹൗ മച്ച് ലോങ്ങർ ഡസ് ദ വാഷർമാൻ ഹാവ് ടു വെയിറ്റ്? ഈ വാഷർമാൻ എത്ര നേരമായിട്ട് താഴെ വെയിറ്റ് ചെയ്യുന്നു? ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗിവ് ഹിം മെനി ഓഫ് യുവർ ക്ലോത്ത്സ് അറ്റ്ലീസ്റ്റ് ടെൽ ഹിം ദാറ്റ്. നിങ്ങൾക്ക് ഈ തുണികൾ കൊടുക്കുന്നില്ലെങ്കിൽ അത് പറ, അദ്ദേഹം മടങ്ങിപ്പോട്ടെ. ഫോർ എ സെക്കൻഡ് ഓർ ടു നുമിത ഇസ് സ്റ്റിൽ. ഒരു 1-2 നിമിഷങ്ങൾ നുമിത അനങ്ങാതെ നിൽക്കുകയാണ്. പെർഹാപ്സ് റീകോളിംഗ് ദ വാഷർമാൻസ് ഫേസ്. വാഷർമാൻ്റെ മുഖം അവളുടെ മുന്നിൽ ഓടി വന്നു. വെയിറ്റിംഗ് ഫോർ ഹെർ ഡൗൺ സ്റ്റെയർസ്. താഴെ വെയിറ്റ് ചെയ്യാണ്. ദെൻ ഷീ പിക്സ് അപ്പ് ദ ഡേർട്ടി ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ട് സോർട്ടിങ് ദം. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ, കാരണം ആ ഒരു പെൺകുട്ടി അവിടെ നിൽപ്പുണ്ട്, ആ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ അവളുടെ മുന്നിൽ വെച്ച് ഈ വഴക്ക് തുടരാൻ പറ്റില്ല. അങ്ങനത്തെ വിഷയങ്ങളല്ല അവരിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നും സംഭവിക്കാത്ത പോലെ, ഏതൊരു ഇന്ത്യൻ സ്ത്രീയെ പോലെ അല്ലേ, തൻ്റെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരെയും അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണത്. ആരെയും അറിയിക്കാതെ സ്വയം അത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. അപ്പോൾ റിനിയുടെ മുമ്പിൽ വെച്ച് വഴക്കിടാൻ കഴിയാത്തത് കൊണ്ട് അവൾ നോർമലായിട്ട് ആക്ട് ചെയ്യുകയാണ്. ഷീ സേസ് ഇൻ എ കാം ടോൺ. ഇത്രയും നേരം അലറി വിളിക്കുകയായിരുന്ന നുമിത വളരെ ശാന്തയായി, ഗോ ടെൽ ഹിം ഐ എം കമ്മിങ്, ഐ എം ബ്രിങ്ങിങ് ദ ക്ലോത്ത്സ്. അദ്ദേഹത്തിനോട് അവർ വെയിറ്റ് ചെയ്യാൻ പറയും, ഞാൻ എന്താ വരുന്നു എന്ന് വളരെ ശാന്തയായി പറയുകയാണ്. നുമിത സ്പീക്സ് ഹെർ മൈൻഡ്, സോ നോ വൺ അറ്റാക്സ് ഹെർ ഔട്ട് റൈറ്റ്. നുമിതയുടെ പ്രത്യേകതയാണ് ഷീ സ്പീക്സ് ഹെർ മൈൻഡ്. അവളുടെ മനസ്സിലുള്ളത് അവൾ തുറന്നു പറയും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വീട്ടിൽ ആരും അവളെ ഔട്ട്റൈറ്റായി ഡയറക്റ്റായി അറ്റാക്ക് ചെയ്യാതിരിക്കാനാണ്.
ദേ ഓൺലി പിഞ്ച് ഹർ വിത്ത് ഷാർപ്പ് വേർഡ്സ്. അവളെ ഷാർപ്പ് വേർഡുകൾ കൊണ്ട്, അല്ലേ, മുള്ളു വെച്ച വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കാറേ ഉള്ളൂ അവരൊക്കെ. കൂടുതൽ അവളോട് മറുപടി പറയാത്തത്, അവൾക്കും വായിൽ തോന്നുന്നു അവൾ മറുപടി പറയും എന്നൊരു ഇംപ്രഷൻ അവൾ ബാക്കിയുള്ളവരിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവളുടെ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, അല്ലേ. ഒരു അവൾക്ക് പരിചയമില്ലാത്ത ഒരു ഫാമിലിയിലേക്ക്, ഭർത്താവിൻ്റെ ഫാമിലിയിലേക്ക്, അത് ഇത്രയും പേര് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവൾ ഒരുപക്ഷെ സർവൈവ് ചെയ്യാൻ സ്വയം ഉണ്ടാക്കിയെടുത്തൊരു രക്ഷാകവചമാണത്. എപ്പോഴും അവൾക്ക് വായി തോന്നുന്നതൊക്കെ, അല്ലെങ്കിൽ അവൾക്ക് മനസ്സിൽ തോന്നുന്നത് അവൾ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്ന ഒരു സ്വഭാവമാണ് നമിതയുടേത്. ഹർ സെക്കൻഡ് സിസ്റ്റർ ഇൻ ലോ ഈസ് ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ് വിത്ത് വർക്ക് ദിസ് മോർണിംഗ്. അപ്പോൾ താഴേക്ക് അവൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവളുടെ രണ്ടാമത്തെ സിസ്റ്റർ ഇൻ ലോ അവിടെ ഇരിപ്പുണ്ട്, എക്സോസ്റ്റഡ് വിത്ത് വർക്ക്, ജോലി ചെയ്ത് തളർന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളത്, നമിത ആ ജോലിയിൽ സഹായിക്കാൻ ഇതുവരെ ചെന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആരോപണം ചിലപ്പോൾ അവൾക്ക് കേൾക്കേണ്ടി വരും. ആൻഡ് സീയിങ് ഹർ ഷീ പുട്ട്സ് എ ട്വിസ്റ്റഡ് സ്മൈൽ ഓൺ ഹർ ഫേസ്, ഓൺ ഹർ സ്വെറ്റ് സ്ട്രീക്ഡ് ഫേസ്. തൻ്റെ സിസ്റ്റർ ഇൻ ലോ സ്വെറ്റ് സ്ട്രീക്ഡ് ഫേസുമായി അവിടെ ഇരിക്കുകയാണ്, അതായത് വിയർപ്പോടിയ മുഖവുമായി ഇരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ ചെയ്ത് അത്രയും പേർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ, ഞായറാഴ്ചയാണ്, എല്ലാവരും കുട്ടികളൊക്കെ അവിടെ വീട്ടിലുണ്ടാവും. അപ്പം അതിന് ജോയിൻ ചെയ്യാനായി നമിത ഇതുവരെ ചെന്നിട്ടില്ല. അപ്പോൾ ഒരു ട്വിസ്റ്റഡ് സ്മൈലൊക്കെ മുഖത്ത്, ഒരു പുഞ്ചിരിയൊക്കെ മുഖത്ത് വെച്ചിട്ട്, അത് ട്വിസ്റ്റഡ് ആണ്, അല്ലേ, ഒരു ഇൻഡയറക്റ്റ് മീനിങ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പുഞ്ചിരിയോടെ തൻ്റെ സിസ്റ്റർ ഇൻ ലോയോട് തിരിച്ച് മറുപടി പറയുകയാണ്, നമിതയോട് പറയുകയാണ്. വെൽ, ദാറ്റ് ഇസ് സംതിങ്, അറ്റ്ലീസ്റ്റ് യു ഫൈനലി ഡിസൈഡ് ടു കം ഡൗൺ ഫ്രം അപ്സ്റ്റേഴ്സ്. ഓ, കിട്ടില്ലമ്മ ഇപ്പോഴെങ്കിലും മുകളിൽ നിന്ന് താഴേക്ക് പൊട്ടി വീണല്ലോ എന്നൊരു ആരോപണം. ബാബാ, ദർ ഇസ് നോ ഗുഡ് ടൈം ഓർ ബാഡ് ടൈം ഫോർ യു. ഇതിനൊക്കെ സമയം കാലമൊക്കെ ഇല്ലേ? യു ഫൈൻഡ് ദ സ്മോളസ്റ്റ് എക്സ്ക്യൂസ് ടു ഗോ ഇൻ ടു യുവർ റൂം ആൻഡ് ഗെറ്റ് കോസി വിത്ത് യുവർ ഹസ്ബൻഡ്. നിങ്ങളുടെ ഭർത്താവുമായിട്ട് പോയി കിന്നരിക്കാനുള്ള, അല്ലേ, ഒരു നിമിഷം കിട്ടിയാൽ നീ അങ്ങ് ഓടിപ്പോവും. ഇതിനൊന്നും ഒരു നേരവും കാലവും ഒന്നുമില്ലേ? ഡസ് ദ ലവ് ടോക്ക് നെവർ എൻഡ്, ഗെറ്റ് ഓൾഡ്. ഈ കിന്നാരം പറഞ്ഞ് തീർന്നില്ലേ ഇതുവരെ? കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയല്ലോ എന്നൊരു ശക്തമായ ആരോപണമാണ് ഇപ്പോൾ നമിതയ്ക്ക് നേരിടേണ്ടി വരുന്നത്. നമിത ലുക്സ് അറൗണ്ട് വൺസ്. നമിത ഒന്ന് ചുറ്റും നോക്കി, കാരണം ഇതിന് മറുപടി പറയണമല്ലോ. ടു ഗെറ്റ് എ സെൻസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. സീസ് ദ ഹേർലി ബേളി ഓഫ് ദ മോർണിംഗ്. രാവിലത്തെ തിക്കും തിരക്കുമൊക്കെയാണ്, ആ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട്, എ ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ ഓൺ ഏതർ സൈഡ്. അവിടെ രണ്ട് വശങ്ങളിലും ഒരു കാടിളകി വരുന്ന പോലെ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഹെർ വോയിസ് മസ്റ്റ് നോട്ട് ട്രെമ്പിൾ. ഈ മറുപടി നൽകുമ്പോൾ അവളുടെ ശബ്ദം ഇടറാൻ പാടില്ല. സോ ഷീ ടു സ്മൈൽസ് എ സ്മോൾ സ്മൈൽ ആൻഡ് സേസ് എൻ എക്സ്ട്രീംലി സോഫ്റ്റ് വോയിസ്. അവളും വളരെ സോഫ്റ്റായ വോയിസിൽ, എപ്പോഴും സോഫ്റ്റ് വോയിസിൽ മറുപടികൾ കൊടുക്കുമ്പോഴാണ്, ശാന്തമായ മറുപടി കൊടുക്കുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. അപ്പോൾ ആ ഒരു ട്രിക്ക് നമിതയ്ക്ക് അറിയാം. നമിത അതുകൊണ്ട് പതുക്കെ വീണ്ടും ശാന്തയായി ചെന്ന് പറയുകയാണ്, ഓ, ഇറ്റ് ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഓ, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഭർത്താവിനോട് കിന്നരിക്കാനൊന്നും പോകുന്നൊന്നുമല്ല. യു ഷുഡ് കം ആൻഡ് പീക്ക് ഇൻ സം ടൈം, വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ഒളിഞ്ഞു നോക്കിക്കോളൂ എന്നാണ്. അപ്പോൾ അതൊരു ഉരുളയ്ക്കുപ്പേരി പോലെ ഈ നാത്തൂന്മാർ തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ചാണത്. അതൊക്കെ വളരെ ടിപ്പിക്കലായ ഇന്ത്യൻ ഹൗസ് ഹോൾഡുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു രംഗം വളരെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുകയാണ് ആശാപൂർണ ദേവി. യു ഷുഡ് കം ആൻഡ് പീക്ക് ഇൻ സം ടൈം, വേണമെങ്കിൽ നിങ്ങൾ വന്ന് എൻ്റെ റൂമിൽ ഒളിഞ്ഞു നോക്കിക്കോളൂ. അവർ ടോക്ക് ഇസ് ഓൾ ആംഗ്രി ടോക്ക്, നമ്മളെപ്പോഴും വഴക്കാണ്, ഞങ്ങളെപ്പോഴും, അല്ലാതെ കിന്നരിക്കാനൊന്നും പോകുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഭാഷണം അവസാനിപ്പിച്ച് അവൾ മുന്നോട്ട് പോവുകയാണ്. മേജോ വൈഫ്, അപ്പോൾ മറ്റൊരു നാത്തൂനാണ്, ലാഫ്സ് ഹൂ ആൻഡ് സെയ്സ്. അപ്പോൾ അത് കേട്ടോണ്ടിരുന്ന അടുത്ത ആൾ ആദ്യത്തെ സിസ്റ്ററിലോയെ സപ്പോർട്ട് ചെയ്യാൻ വരികയാണ്. സ്റ്റോപ്പ് ഇറ്റ് നൗ വൈഫ്. അപ്പം അവിടുത്തെ പുതുപ്പെണ്ണാണ് നമിത. അപ്പം സ്റ്റോപ്പ് ഇറ്റ്, നീ ഒന്ന് നിർത്താമോ? ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പയസ് സ്പിനാഷ്. നീ ഇതൊരു വീണ്ടും ഒരു ആരോപണം തന്നെയാണ്. ആദ്യത്തെ നാത്തൂൻ പറഞ്ഞ ഡയലോഗിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ്. ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പയസ് സ്പിനാഷ്. ഫിഷ് ഫോർബിഡൻ ആണ്, മീൻ വിലക്കപ്പെട്ടതാണ്. ഒരു പക്ഷേ ഒരു ബംഗാളി ബ്രാഹ്മൺ ഫാമിലിയൊക്കെ ആയിരിക്കും അത്. അപ്പോൾ അവിടെ മീൻ കഴിച്ചുകൂടല്ലോ. ഫോർബിഡൻ ഫിഷ്, വിലക്കപ്പെട്ട മീനിനെ നീ നിൻ്റെ പയസ് സ്പിനാഷ്. സ്പിനാഷ് നിങ്ങൾക്കറിയാം ചീരയാണ്. പയസ് റിലീജിയസ് ആയ ആളുകൾ, അല്ലേ, ചീര കഴിക്കുന്ന റിലീജിയസ് ആയ ആളുകൾ അഥവാ മീൻ കഴിക്കുകയാണെങ്കിൽ ആരെങ്കിലും കാണാതിരിക്കാൻ വേണ്ടി ചീര കൊണ്ട് മീനെ മറച്ചു വെച്ച്, അല്ലേ, അതിൻ്റെ ഇടയ്ക്ക് നിന്ന് എടുത്ത് കഴിക്കും. അപ്പോൾ അതുപോലെയാണ് നീ ഇപ്പോൾ ചെയ്യുന്നത്. നീ ചെയ്യുന്ന കള്ളത്തരം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ ഇപ്പോൾ അതിനെ ഇരുട്ടുകൊണ്ട് ഉട്ടയടയ്ക്കേണ്ട എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ ഡോണ്ട് കവർ അപ്പ് യുവർ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പയസ് സ്പിനാഷ്. അപ്പോൾ നീ നല്ല വെള്ള ചമയൊന്നും വേണ്ട, നീ എന്തിനാണ് ഭർത്താവിൻ്റെ അടുത്തേക്ക് എപ്പോഴും ഓടിപ്പോകുന്നത് നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കളിയാക്കൽ കുത്തുവാക്കുകളൊക്കെ തുടരുകയാണ്. വി ഹാവൻ ബീൻ റൈസ്ഡ് ഓൺ ഡോങ്കി ഗ്രാസ്. ഞങ്ങളാരും കഴുതപ്പുല്ല് തിന്നൊന്നും വളർന്നവരല്ല. ഞാനും നിന്നെ പോലെയൊക്കെ തന്നെ ഇവിടെ എന്നെയും കുറച്ച് നാളുകൾക്ക് മുമ്പ് വിവാഹം കഴിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനും ഈ ഘട്ടത്തിലൂടെ കടന്നു പോയതാണ്. അതുകൊണ്ട് നീ എന്തിനാണ് ഭർത്താവിൻ്റെ റൂമിലേക്ക് പോകുന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് അവർ മറുപടി പറയുകയാണ്.
വൈ ഡു വി നീഡ് ടു പീക്ക് ഇൻ? ഞങ്ങൾക്ക് എന്തിനാണ് നിൻ്റെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കേണ്ട കാര്യം? വാട്ട് യു ആർ ഷോയിങ് ഇസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഐസ് 24 hours a day. നിങ്ങൾ പരസ്പരം പ്രണയാതുരമായി നോക്കുന്നതൊക്കെ നമ്മൾ എന്നും കാണുന്നതാണ്. അതുകൊണ്ട് നീ ഈ ഡയലോഗൊന്നും ഞങ്ങളോട് പറയണ്ട എന്നൊരു മട്ടിൽ വഴക്ക് തുടരുകയാണ്. 24 hours a day ഞങ്ങൾ കാണുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നുമിതയുടെ ഉള്ളിൽ നീറുകയാണ് അല്ലേ. നമുക്കറിയാം നുമിതയുടെ അമ്മ വീട്ടിലെ കഷ്ടപ്പാടുമൊക്കെ ആയിട്ട് ഒരു കത്ത് അയച്ചിട്ട് അത് വായിക്കാൻ പോലും തനിക്ക് കഴിയുന്നില്ല എന്നൊരു പ്രശ്നവുമായി നീറുന്ന മനസ്സുമായി നടക്കുന്ന നുമിത. അതുപോലെ അവസാനമായി അജിത്ത് പറഞ്ഞ വാക്ക് ഡങ് പിക്കേഴ്സ് ഡോട്ടർ എന്ന് തന്നെ വിളിച്ചു, ഒരു ചാണാമാരിയുടെ മോളെ എന്ന് തന്നെ വിളിക്കുന്നു. സോ ഇതൊക്കെ അലട്ടുന്ന മനസ്സുമായി നടക്കുന്ന നുമിതയ്ക്ക് ഈ കുത്തുവാക്കുകൾ കൂടെ കേൾക്കേണ്ടി വരികയാണ്. നുമിത ലാഫ്സ് എ ലാഫ് ദാറ്റ് കൻ ബ്രിങ് ആൻ അട്രാക്റ്റീവ് ഫ്ലഷ് ടു എ വൈറ്റ് ഫേസ്. ഏത് വെളുത്ത മുഖവും നാണിച്ച് ചുമന്ന അട്രാക്റ്റീവ് ഫ്ലഷി എന്ന് പറഞ്ഞ മുഖം നാണിച്ച് ചുവന്നു പോകുന്ന ഒരു മറുപടി നുമിത കൊടുക്കുന്നത് ചിരിച്ചുകൊണ്ടാണ്. കാരണം ഏത് ആരോപണത്തെയും ചിരിച്ചു തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളൊന്നും ഭയക്കുമല്ലോ. അപ്പോൾ അതുപോലെ ചിരിച്ചു കളയാനുള്ളൊരു ശ്രമമാണ് നുമിത നടത്തുന്നത്. ആഫ്റ്റർ ലാഫിങ് ദാറ്റ് ലാഫ് ഷീ സേസ്, എന്നിട്ട് ഗോ ഓൺ, യു സേ ദ നോട്ടിയസ്റ്റ് തിങ്സ്. നിങ്ങൾ ഈ പറയുന്നതെല്ലാം തമാശയായിട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ എന്നൊരു മട്ടിൽ ആ ആരോപണത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ട് നമിത മുന്നോട്ട് പോവുകയാണ്. ദ ബിസി ബോറോ വൈഫ് റൺസ് അപ്പ്. അപ്പോൾ അടുത്ത നാത്തൂനോടി വരുന്നു. ഹാവ് യു ചോപ്പ് ദ വെജിറ്റബിൾസ് യെറ്റ്? ഇത്രയും നേരമായിട്ടും വെജിറ്റബിൾസ് ചോപ്പ് ചെയ്ത് കഴിഞ്ഞില്ലേ, കറിക്കരിഞ്ഞ് കഴിഞ്ഞില്ലേ? ഓർ ആർ യു ജസ്റ്റ് ടെല്ലിങ് സ്റ്റോറീസ്? ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സഡൻലി ഷീ സ്റ്റോപ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. അപ്പോൾ പെട്ടെന്ന് നിർത്തി എന്തോ കണ്ട് ഒന്ന് സ്റ്റാർട്ട്സ്, ഞെട്ടുകയാണ്. സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞെട്ടുക എന്നാണ്. സ്റ്റാർട്ടിൽഡ് എന്ന വാക്കിൻ്റെ വേറൊരു ഫോമാണ് സ്റ്റാർട്ട്സ്. വാട്ട്സ് ദാറ്റ് അൺലക്കി തിങ് നൗ വൈഫ്? ഹൗ ഡിഡ് യു ബേൺ യുവർ ആൻസോൾ ദാറ്റ് വേ? അപ്പോൾ തൻ്റെ സാരിയുടെ തുമ്പ് തീ പിടിച്ചിട്ട് അണഞ്ഞത്, ആ കരിഞ്ഞ പാട് ഒരു നാത്തൂൻ വന്ന് കാണുകയാണ്. അപ്പം അത് അവൾ മറന്നുപോയി. ഈ ഒരു റിനി വന്ന് അവളെ വാച്ച്മാൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തിയതിൻ്റെ ധൃതിയിൽ അവൾ ഈ സാരി മാറ്റാൻ മറന്നുപോയി. അപ്പോൾ ഇത് കാണുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇനി ഇത് ഒരു കള്ളം പറഞ്ഞ് മറയ്ക്കണമല്ലോ. ദ നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് ഷീ ഫോൾസ് ആൻജോൾ ബാക്ക് ക്വിക്ക്ലി ആൻഡ് സേസ്. പെട്ടെന്ന് സാരിയുടെ തുമ്പ് മടക്കി കുത്തിയിട്ട് പെട്ടെന്ന് അവൾ ചിരിച്ചുകൊണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവളുടെ മനസ്സിൽ വന്നൊരു കള്ളം, ഓ ഡോണ്ട് റിമൈൻഡ് മീ, ഇതൊന്നും എന്നെ ഓർമ്മിക്കല്ലേ, ഇറ്റ്സ് എക്സാക്ട്ലി വാട്ട് യു കീപ് ടെല്ലിങ് മീ. നിങ്ങൾ എപ്പോഴും പറയുന്നതാണ് എന്നോട് സൂക്ഷിക്കണമെന്ന്, വാൺ ചെയ്യുന്നതാണ്. ഐ ഡിഡ്ന്റ് ലിസൺ, ഞാൻ ശ്രദ്ധിച്ചില്ല. ആൻഡ് ഷീ സീ വാട്ട് ഹാപ്പൻ, ഐ യൂസ് മൈ ആൻജോൾ ടു ലിഫ്റ്റ് എ ഹോട്ട് പോട്ട് ഓഫ് വാട്ടർ ഓഫ് ദ സ്റ്റൗ ആൻഡ് ദാറ്റ് ഡിഡ് ഇറ്റ്. ഞാൻ ആൻചോൽ ഉപയോഗിച്ച്, സാരിയുടെ തുമ്പ് ഉപയോഗിച്ച് അടുപ്പിൽ നിന്ന് ഒരു തിളയ്ക്കുന്ന ഒരു കലം വെള്ളം എടുത്തു, അതിനിടയ്ക്ക് ഇതിന് തീ പിടിച്ചതാണ് എന്നൊരു കള്ളം പറഞ്ഞുകൊണ്ട് ഈ സിറ്റുവേഷനിൽ നിന്ന് അവൾ രക്ഷപ്പെടുകയാണ്. നുമിത പുൾസ് ദ ബാസ്ക്കറ്റ് ഓഫ് പൊട്ടാറ്റോസ് ടുവേർഡ്സ് ഹെർ സെൽഫ്. അവൾ ഒരു മൂലയ്ക്ക് പോയിരുന്ന് ഈ തുണിയൊക്കെ കഴുകാനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് അവൾ അടുക്കളയിൽ വന്ന് ഭർത്താവിൻ്റെ വീട്ടിലെ അവളുടെ നിത്യജീവിതത്തിലെ റുട്ടീനുകളിലേക്ക് അവൾ മടങ്ങുകയാണ്. അവളുടെ നിസ്സഹായതയുടെ, അവളുടെ നിരാലംബതയുടെയൊക്കെ ആ ഒരു റുട്ടീനിലേക്ക് അവൾ പതുക്കെ മടങ്ങിപ്പോവുകയാണ്, ഈ വഴക്കൊക്കെ മറന്നുകൊണ്ട്. ഷീ പുൾസ് ദ ബാസ്ക്കറ്റ് ഓഫ് പൊട്ടാറ്റോസ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന, അവൾക്ക് അന്ന് കറിക്കരിയാൻ അവളെ ഏൽപ്പിച്ച ഒരു വലിയ വട്ടി ഉരുളക്കിഴങ്ങ് അവളുടെ അടുത്തേക്ക് നീക്കി വെച്ചുകൊണ്ട് അവൾ അവിടെ ഇരുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് പീലിംഗ് ദ പൊട്ടാറ്റോസ്. ഇതിൻ്റെ തൊലി ചുരണ്ടിക്കൊണ്ട് അവൾ അവിടെ ഇരിക്കുകയാണ്. ആൻഡ് ഇൻ ഹർ മൈൻഡ്, അവളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും അവളുടെ അമ്മയെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഹൗ ഷീ മൈറ്റ് ബി ഏബിൾ സീക്രറ്റ്ലി ടു സെൻഡ് ഹർ മദർ എ ഫ്യൂ റുപ്പീസ്. അമ്മയ്ക്ക് എങ്ങനെ കുറച്ച് പണം അയച്ചു കൊടുക്കും എന്ന് ആലോചിച്ചുകൊണ്ട് അവൾ ഇരിക്കുകയാണ് അവിടെ. ഷീ കാണ്ട് റിയലി റൈറ്റ് ഹെർ, ഐ കാണ്ട് ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. അങ്ങനെ ഒരു കത്ത്, അമ്മ ഇനി എനിക്ക് അമ്മയെ സഹായിക്കാനാവില്ല എന്ന് ഒരു കത്ത് ശരിക്കും എഴുതാൻ അവൾക്കാവില്ല, അവളെ കൊണ്ടാവില്ല. അവൾ അങ്ങനെ തീരുമാനിച്ചെങ്കിലും അവളെ കൊണ്ടതാവില്ല. ഓവർ ദെയർ, കാരണം അവിടെ ദ എൻറ്റയർ വില്ലേജ് നോസ് ദാറ്റ് നുമിത ഇസ് എ ക്വീൻ. അവളുടെ അമ്മയുടെ വില്ലേജിലെ എല്ലാവരുടെയും ധാരണ നുമിത ഒരു രാജ്ഞിയെ പോലെ ഇവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ സുഖമായി വാഴുകയാണെന്നാണ്. നുമിതയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ നുമിതയുടെ അമ്മ ആ ഗ്രാമത്തിലെല്ലാം പറഞ്ഞു പരത്തിയിരിക്കുന്നത് അവളൊരു രാജ്ഞിയെപ്പോലെ അവിടെ വാഴുകയാണ്. നുമിതാസ് ഹസ്ബൻഡ് ഇസ് ഹൈ മൈൻഡഡ് ആൻഡ് ലാർജ് ഹാർട്ടഡ്. ഉന്നത മനസ്കനും വിശാല ഹൃദയനുമായ നുമിതയുടെ ഭർത്താവിനെ കുറിച്ചുള്ള കഥകളൊക്കെ അവളുടെ അമ്മ അവിടെയൊക്കെ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഓർത്തുകൊണ്ട് നുമിത ഇരിക്കുന്നു. ദിസ് ഇസ് പ്രിസൈസ്ലി വൈ ഐ കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. ഇവിടെ കഥാകാരി തിരിച്ച് കഥയിലേക്ക് കടന്നു വരികയാണ്. കഥയുടെ തുടക്കത്തിൽ കഥാകാരി പറഞ്ഞല്ലോ, ഞാൻ സ്ത്രീകളെ തീപ്പെട്ടികളോടാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ കഥ നമ്മൾ മുന്നിൽ അവതരിപ്പിച്ചതിന് ശേഷം കഥാകാരി വീണ്ടും കഥയിലേക്ക് വരികയാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ സ്ത്രീകളെ മാച്ച് ബോക്സുമായി, തീപ്പെട്ടികളുമായി താരതമ്യപ്പെടുത്തുന്നത്. ഈവൻ വെൻ ദേ ഹാവ് ദ മെറ്റീരിയൽസ് വിത്തിൻ ദംസെൽഫ് ടു സെറ്റ് ഓഫ് മെനി റേജിങ് ഫയർസ്. ഒരുപാട് കാട്ടുതീകൾക്ക് പോലും തിരികൊളുത്താൻ ശേഷിയുള്ളവരാണ് ഇന്ത്യൻ സ്ത്രീകളെങ്കിലും, അതിനുള്ള കഴിവ് അവർക്കുണ്ടെങ്കിലും, ദേ നെവർ ഫ്ലെയർ അപ്പ് ആൻഡ് ടേൺ അവേ ദ മാസ്ക് ഓഫ് മെൻസ്
ഹൈ മൈൻഡഡ്നെസ്, ദെയർ ലാർജ് ഹാർട്ടഡ്നെസ്. ഇതിനൊക്കെ കഴിവുണ്ടെങ്കിലും തങ്ങളുടെ ഭർത്താക്കന്മാരുടെ മാസ്ക്, അവരണിയുന്ന ഒരു മുഖം മൂടി, വിവാഹബന്ധത്തിലെ പുറമേ നിന്ന് നോക്കുമ്പോഴുള്ള മോടിയെ നിലനിർത്താൻ എപ്പോഴും ഇന്ത്യൻ സ്ത്രീ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ കുടുംബ ബന്ധത്തിൻ്റെ അകക്കാമ്പ് എത്ര തന്നെ ചീഞ്ഞളിഞ്ഞതാണെങ്കിലും അത് പുറത്തറിയാതെ സൂക്ഷിക്കുന്ന രഹസ്യ സൂക്ഷിപ്പുകാരാണ് പലപ്പോഴും ഇന്ത്യൻ സ്ത്രീകൾ. അത് അവരുടെ ഒരു നിസ്സഹായതയാണ്. പക്ഷേ പ്രതിഷേധത്തിൻ്റെ അഗ്നി കൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും ചുട്ടരിക്കാനുള്ള ഉൾക്കരുത്ത് ഇന്ത്യൻ സ്ത്രീകൾക്കുണ്ട്. പക്ഷേ അവരൊരിക്കലും തൻ്റെ ഭർത്താക്കന്മാരുടെ പുറം മൂടി, മുഖം മൂടി, അവർ സമൂഹത്തിന് മുന്നിൽ അണിയുന്ന മാന്യതയുടെ മുഖം മൂടി പിച്ച് ചീന്തി എറിയുവാനോ അല്ലെങ്കിൽ അതിനെ കത്തിക്കരിച്ച് ചാമ്പലാക്കി കളയുവാനോ ഇന്ത്യൻ സ്ത്രീകൾ ശ്രമിക്കാറേയില്ല. അതിനുള്ള കഴിവ് അവൾക്കുണ്ടെങ്കിലും they don't burn away their own colorful shells. അവരുടെ തന്നെ ജീവിതത്തിൻ്റെ, അവർ തന്നെ സൃഷ്ടിച്ച സന്തോഷത്തിൻ്റെ കളർഫുൾ ഷെല്ലുകൾ, വർണ്ണാഭമായ പുറംചട്ടകൾ, ബാഹ്യ ആവരണങ്ങൾ അവർ തന്നെ പിച്ച് ചീന്തി എറിയില്ല, അല്ലെങ്കിൽ അഗ്നിക്കിരയാക്കില്ല. ഇതാണ് ഒരു ശരാശരി ഇന്ത്യൻ പുരുഷൻ്റെ ധൈര്യം. They won't burn them, the men know this too. ഇത് പുരുഷന്മാർക്കും അറിയാം, സ്ത്രീകൾ അതിന് മുതിരില്ല എന്ന്. That is why they leave them scattered so carelessly in the kitchen, in the pantry, in the bedroom, here, there and everywhere. അതുകൊണ്ടാണ് അലക്ഷ്യമായി നമ്മൾ അവിടെ ഇവിടെ ഇടുന്ന തീപ്പെട്ടികളെപ്പോലെ സ്ത്രീകളെ നമ്മൾ അവഗണിക്കുന്നത് ഇന്ത്യൻ പുരുഷന്മാർ. Quite without fear, they put them in their pockets. ഒരു ഭയവുമില്ലാതെ തങ്ങളുടെ പോക്കറ്റിലിട്ടുകൊണ്ട് ഇന്ത്യൻ സ്ത്രീകളെ പുരുഷന്മാർ കൊണ്ടു നടക്കുന്നു. ഇങ്ങനെയാണ് ഈ നൂറ്റാണ്ടുകൾ നീളുന്ന അടിച്ചമർത്തലും ഒക്കെ ഇന്ത്യയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത് എന്ന് വളരെ ഇപ്പോഴും റെലവൻ്റായ ഒരു കോണ്ടെക്സ്റ്റിൽ, ഇന്ത്യൻ കുടുംബ പശ്ചാത്തലത്തിൽ വളരെ റിയലിസ്റ്റിക്കലി വരച്ചു കാട്ടിക്കൊണ്ട് ആശാപൂർണ ദേവി ഈ ചെറുകഥയിലൂടെ നമ്മളെ മുന്നിൽ അവതരിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ഇന്ത്യൻ സ്ത്രീകൾ ഇന്ന് വീട്ടിലെ തീപ്പെട്ടികളെ പോലെയാണ്. ഏറ്റവും വലിയ കാട്ടുതീകൾക്ക് തിരികൊളുത്തുവാനുള്ള കഴിവുണ്ടെങ്കിലും നമ്മൾ അലക്ഷ്യമായി അവിടെ ഇവിടെ ഉപേക്ഷിക്കുന്ന തീപ്പെട്ടികളാണ് ഇന്ത്യൻ സ്ത്രീകൾ. സ്ത്രീകളാണെങ്കിൽ തീപ്പെട്ടിക്കൊള്ളികൾ പോലെ സ്വയം എരിഞ്ഞു തീരുകയും ചെയ്യുന്നു. താങ്ക് യു.